പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റിന്റെ ഇപ്പോൾ റിസൾട്ട് വന്നു. അതുപോലെ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നവരുടെ പ്ലസ് വണ്ണിന്റെ റിസൾട്ടും വന്നു. ഇനി അടുത്ത എക്സാം ഒത്തിരി കുട്ടികൾ എഴുതാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ വരാൻ പോകുന്ന പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ്. ഇതാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഏക ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാർക്ക് കൂട്ടാനും ജയിക്കാനും ഒക്കെയുള്ള ഏക ഒരു നമ്മുടെ പോംവഴി എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഈ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ്. നമ്മൾ ഇതുവരെ ഇപ്പൊ ഫെയിൽ ആയ കുട്ടികളും മാർക്ക് കുറഞ്ഞ കുട്ടികളും അവരുടെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പ്രത്യേകിച്ച് പറയത്തില്ലായിരിക്കും. പക്ഷെ അവർക്കറിയാം കുഴപ്പങ്ങൾ സംഭവിച്ചേക്കുന്നത്. അവർക്കറിയാം ഞാൻ എങ്ങനെയൊക്കെയാണ് ഉഴപ്പിയെന്ന്, എങ്ങനെയൊക്കെയാണ് പഠിക്കാതിരുന്നതെന്നും മാർക്ക് കുറഞ്ഞതിന്റെ കാരണങ്ങളൊക്കെ അവരവർക്കറിയാം. പക്ഷെ ആരുമേ അത് വിട്ടു പറയത്തില്ല. നിങ്ങൾ ചെയ്ത ഒന്നാമത്തെ കുഴപ്പം അല്ലെങ്കിൽ തെറ്റെന്ന് പറഞ്ഞാൽ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തതേയില്ല. നീ നമ്മുടെ ഈ എക്സാംസുകളെ ഒന്നും നിങ്ങളുടെ ഇപ്പൊ കഴിഞ്ഞു പോയത് വരെ അതാ പറഞ്ഞ കേട്ടോ, കഴിഞ്ഞു പോയ എക്സാംസിനൊന്നും ആരുമേ ഒരു സീരിയസ്നെസ്സും കൊടുക്കാതെ പഠിച്ചവരാണ് ഈ ഫെയിൽ ആയവരും മാർക്ക് കുറഞ്ഞവരും. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ പഠിച്ചത് എന്തുമാത്രം ഉണ്ട് എന്ന് നോക്കിയാൽ വളരെ കുറവായിരുന്നു. നിങ്ങൾ ഇനി എപ്പോഴാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ എക്സാം അടുക്കുമ്പോൾ കിട്ടുന്ന ദിവസങ്ങളിലെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് പഠിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പുറകോട്ടൊന്ന് റിവൈൻഡ് ചെയ്തില്ല എന്നെടുത്ത് നോക്കിക്കേ. നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് പലരും മൊബൈൽ ഭയങ്കരമായിട്ട് ടൈം ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നത്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ എക്സാം അടുക്കുമ്പോഴുള്ള 2-3 മണിക്കൂറോ അല്ലെങ്കിൽ 1-2 ദിവസമോ ഒന്നും പഠിച്ച് ജയിക്കാൻ പറ്റുന്ന രീതിയല്ല ഇപ്പോഴത്തെ എക്സാംസിനുള്ളത്. പഴയ പോലെയല്ല. ഇപ്പൊ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല. അത് എക്സാം നടത്തുന്നവരും ഇത് വാല്യൂ ചെയ്യുന്നവരും അതുകൊണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി മാറിയില്ലെങ്കിൽ ഇനിയും ഇതേ അവസ്ഥ തന്നെ തുടരും. നിങ്ങളിപ്പോ ഫെയിൽ ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാനില്ല. അത് കൂടെ ഓർക്കണം കേട്ടോ. സംഭവിക്കുന്നത് നഷ്ടങ്ങളും വിഷമങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്, നിങ്ങൾക്ക് മാത്രം. അതുകൊണ്ട് നിങ്ങൾ മാറാൻ ആദ്യമേ പഠിക്കണം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ മാറുക, ഞാൻ മാറുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി വേണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ വരാൻ. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ കാര്യം പഠിത്തം ഇതിലൂടെ നേരത്തെ ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നുമല്ല, നേരത്തെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ പറയും ഒക്ടോബറിലല്ലേ ഇനി ഉള്ളൂ, അപ്പോഴെങ്ങാനും പഠിക്കാം. നിങ്ങളെ കൊണ്ട് അതുകൊണ്ട് അന്നേരം പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല മക്കളെ. ഇനി നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ കൂടെ മണ്ടത്തരം ചെയ്യല്. നേരത്തെ തന്നെ കുറച്ച് പഠിച്ച് നിങ്ങൾക്ക് 60-ലാണ് നിങ്ങളുടെ എക്സാം. മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി എല്ലാം എക്സാം 60-ലാണ്. അവർ 80 ചോദിക്കുന്നുണ്ട്, 80 മാർക്കിന് ചോദിക്കുന്നുണ്ട്. 20 മാർക്ക് ചോയ്സും കഴിഞ്ഞാൽ 60 മാർക്കിന് നിങ്ങൾക്ക് എക്സാം. നിങ്ങളൊരു 30 മാർക്കിനുള്ളത് പക്ക പഠിച്ചിരിക്കണം. അതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത്. 30 മാർക്കിനുള്ളത് പക്ക പഠിച്ചിരിക്കണം. 30 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന രീതിയിൽ കൂടെ. അപ്പൊ നിങ്ങൾക്ക് എത്രയോ ചാപ്റ്റേഴ്സ് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. അപ്പൊ കുറച്ച് പഠിച്ചുകൊണ്ട് 30 മാർക്കിന് ഉറപ്പാക്കണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ കറസ്പോണ്ടിങ് നോട്ട്സുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. മാത്സ് ആകുമ്പോൾ പിന്നെ സ്പെഷ്യൽ കെയറിംഗ് ആണ് കേട്ടോ. ഞാൻ തന്നെ എടുത്ത് അതും തരുന്നുണ്ട്. ഞാൻ എല്ലാം നന്നായിട്ട് തരുന്നത്. ഞാൻ പറഞ്ഞ മാത്സിന് ഒരു സ്പെഷ്യൽ കെയറിംഗ് കൂടെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാക്കേജ് ഉൾപ്പെടെയാണ് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് പഠിക്കേണ്ട ഏത് ക്വസ്റ്റൻ ആണെന്നും കൃത്യമായിട്ട് തന്ന 6 മാർക്ക് ക്വസ്റ്റൻ ഏതൊക്കെ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റൻ ആണെന്ന് തന്നാണ് തരുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ഇടുവോ അല്ലെങ്കിൽ കോൾ ചെയ്യാം. ക്ലാസ്സിലാണെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ എടുക്കാറില്ല, അത് ഞാൻ കോൾ ചെയ്യും. ഓക്കെ. അപ്പോൾ 60-ൽ 30 മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ പേടിക്കാൻ. അപ്പൊ നമുക്ക് ടഫ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിൽ വിട്ട് അവനെയൊക്കെ അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് നമ്മളോട് ചേരുന്നവനെ നമ്മളോട് കൂട്ടുകൂടുന്ന ചാപ്റ്റേഴ്സിനെ പഠിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് ഏത് സബ്ജക്റ്റും ജയിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ആദ്യം പഠിച്ച് തീർക്കുക. അപ്പോൾ രണ്ടാമത്തെ പണി ഇതാണ്. അപ്പൊ ആദ്യം എന്താണ്? നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങുക. രണ്ടാമത് പഠിക്കേണ്ടത് ഏകദേശം 60 മാർക്കിൽ ഒരു 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ അടങ്ങുന്ന ചാപ്റ്റേഴ്സുകളെ സെലക്ട് ചെയ്ത് പഠിക്കുക. മൂന്നാമത്തെ കാര്യം, തേർഡ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എഴുതി പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം. എഴുതി പഠിക്കണം. അപ്പൊ നിങ്ങൾ എഴുതി പഠിക്കാനാണ് ഏറ്റവും നിങ്ങൾക്ക് മടിയല്ലേ? നിങ്ങൾ ആദ്യം പോയി ചെയ്യുന്നത് എഴുതുക എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് മാത്രം. അതിന് മുമ്പ് വരെ ഇങ്ങനെ നോക്കി പഠിച്ചിട്ട് സ്വയം സമാധാനിക്കും, ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് അങ്ങോട്ട് മൊബൈലായിട്ട് നമുക്ക് തുടങ്ങും. സ്വയം ചിലർക്ക് വിഷമമുണ്ട് പഠിച്ചില്ലെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചു നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് സ്വയം സമാധാനിച്ചിട്ട് പോയി മൊബൈലും കണ്ടുകൊണ്ട് കിടന്ന് ഉറക്കം. ഇതൊക്കെയാണ് നിങ്ങൾ ഒരു സമയം പോലും പഠിച്ചത് ഒരു തവണ പോലും എഴുതാത്തവരാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
95% സ്റ്റുഡൻസും എഴുതാതെ വായിച്ചു നോക്കി പഠിച്ചിട്ടൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നവരാ. അവിടെ ചെന്നിട്ട് ഒരു പ്രാക്ടീസും ഇല്ലാത്ത ഈ എഴുത്ത് അങ്ങോട്ട് തുടങ്ങും. അന്നേരം പലതും മറന്നുപോകും. പഠിച്ചത് എഴുതാനുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, പഠിക്കുക, അത് ഓർക്കുക, അത് എഴുതുക, ഇതിന് ഇത്തിരി ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ വന്ന് കാണും, പക്ഷെ അതിന്റെ ഫുൾ മാർക്ക് കിട്ടി കാണത്തില്ല. ഒരു 3 മാർക്ക് ക്വസ്റ്റിന് 3 മാർക്ക് പലപ്പോഴും കിട്ടി കാണത്തില്ല. അത് 1.5 ആവാം, 1 ആവാം. എന്തുകൊണ്ടാ? ആ പഠിച്ച ക്വസ്റ്റ്യനൊക്കെ വന്നെങ്കിലും നിങ്ങൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം കൊണ്ട് ആ മാർക്ക് ഫുൾ കിട്ടുന്നില്ല. നമ്മൾ പഠിച്ച ദിവസം വന്നാൽ അത് ഫുൾ മാർക്ക് കിട്ടണം. ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ആവണം. എക്സാമിന് ഉറപ്പിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടല്ലോ, ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവനെ പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾക്ക് എഴുതി ജയിക്കാൻ വളരെ സിമ്പിൾ ആവും. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഏതൊരു കുട്ടിക്കും ഇനിയും വരാൻ പോകുന്ന ഈ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ നമ്മുടെ കയ്യിലെത്തിക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലെത്തിക്കാം, ഉറപ്പ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിക്കാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പവർഫുൾ ആയിട്ട് എടുക്കണം, ഒരു തീരുമാനമായിട്ട് എടുക്കണം, ഒരു വാശിയോടെ എടുക്കണം. സ്വയം ഒരു വാശി വേണം. ഇനി ഞാൻ നാണം കെട്ടില്ല, തോൽക്കില്ല, മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു മാർക്ക് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കും, അത് വാങ്ങിയിരിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം, അങ്ങനെ ഒരു പവർഫുൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആകാം കൂടിച്ചേരുന്നുള്ളതല്ല, നമ്മുടെ അതങ്ങ് അറിയാം, നിങ്ങൾക്കും ആകാം കൂടിച്ചേരും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മാർക്ക് കിട്ടാനുള്ള വഴി കിട്ടും. അപ്പൊ ഇനി അങ്ങോട്ട് തുടങ്ങുക. ഇന്ന് ഇപ്പോൾ നിങ്ങൾ അതൊരു തീരുമാനം എടുത്തോണ്ട് പഠിക്കുക കേട്ടോ മോനെ. നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആരും വന്ന് രക്ഷപ്പെടുത്താനൊന്നുമില്ല. നമ്മൾ തന്നെ രക്ഷപ്പെട്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മാറിയിരിക്കത്തേ ഉള്ളൂ. ആരും വന്ന് വാടാ എന്നൊന്നും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം പഠിക്കാനുള്ള കാര്യങ്ങളിലൂടെ ഇറങ്ങി തിരിച്ച് പഠിക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുക. നിങ്ങൾക്ക് വേണ്ട എപ്പോഴാണ് എക്സാംസ്, എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് വരുന്നത്, എന്തൊക്കെ കണ്ടീഷൻസുകളാണ്, ഏത് എക്സാമാണ് എഴുതുന്നത്, കഴിഞ്ഞ എക്സാമിന്റെ മാർക്ക് എടുക്കുമോ അതോ പുതിയ എക്സാമിന്റെ മാർക്ക് എടുക്കുള്ളൂ, എല്ലാം വരാൻ കിടക്കുകയാണ്. ഓരോന്നും നമ്മൾ അറിയുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.